ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പരരിപ്പൂവിൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ശ്രുതിയുടെ സത്യാവസ്ഥകളെല്ലാം തന്നെ ബീരാനിലൂടെ വീട്ടിലറിയുകയാണല്ലേ. സച്ചി രേവതി ശരിക്കും പറഞ്ഞ ഒരു സത്യാവസ്ഥ എല്ലാവരും അറിയിക്കണമെന്ന് മാത്രമേ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ചന്ദ്ര ഒരിക്കലും ശ്രുതി ആ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്നൊരു ആഗ്രഹത്തോടു കൂടിയല്ല ഇരുവരും ചെയ്യുന്നത്. എന്നാൽ ചന്ദ്രയുടെ പെരുമാറ്റം രവി അടക്കം എല്ലാവരും നല്ല രീതിയിൽ തന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ താഴ്ത്തി കളയുന്നത് നമ്മുടെ ശ്രുതിയാണല്ലേ. ശ്രുതി സ്വന്തം ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ശ്രുതിയാണ് തന്നോട് ഇങ്ങനൊരു അതായത് സത്യം മറച്ചു വെച്ചതെന്നുള്ളൊരു ഒരു സങ്കടവും എല്ലാം തന്നെ ശ്രുതിക്കുണ്ട്. മാത്രമല്ല ശ്രുതി എന്നേക്കുമായിട്ട് തൻ്റെ അമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണെങ്കിൽ അവൾ തിരികെ വരുമോ എന്ന് പോലും നമ്മുടെ ശ്രുതിക്കറിയില്ല. അപ്പോൾ അതേപോലെ ആകെ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. എന്നാലും ഈ ഒരു പ്രശ്നത്തിനെല്ലാം പരിഹാരം കണ്ടെത്തിക്കൊണ്ട് ശ്രുതിയെ തിരികെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അതിൻ്റേതായ ഭാഗങ്ങളെല്ലാം തന്നെ ഞാൻ മുന്നത്തെ എപ്പിസോഡിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്നും പോയി കാണുക. അപ്പോൾ ശ്രുതി വീട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് ഡിമാൻഡുകളൊക്കെ നമ്മുടെ ശ്രുതിയോട് പറയുകയാണ്. ഞാൻ വീട്ടിലേക്ക് വരാം, പക്ഷേ എന്നൊരിക്കലും ആൻറ്റി തല്ലാൻ പാടില്ല, എന്നോട് ഇതേക്കുറിച്ചൊന്നും ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശ്രുതി വീട്ടിലേക്ക് കാലെടുത്തുന്ന അതേ നിമിഷം തന്നെ ചന്ദ്ര കുറ്റപ്പെടുത്തുന്ന രീതിക്ക് ശ്രുതിയോട് സംസാരിക്കാൻ മാത്രമല്ല ഈ വീട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് ഇവളെ വിളിച്ചു വരുത്തിയത് ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിയെ തല്ലുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു സമയത്താണ് ശ്രുതി വേഗം തന്നെ അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. പെട്ടെന്ന് തന്നെ ചന്ദ്ര നിശബ്ദയാവുന്നുണ്ട്. ചന്ദ്ര വേഗം ചോദിക്കുന്നുണ്ട്, ഞാനിതിനെ നിർത്തണം, നിന്നോട് അത്ര വലിയ ക്രൂരത ചെയ്തവളല്ലേ ഇവള്, നിന്റെ കണ്ണുനീരിന് കാരണക്കാരി ഇവളാണെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്ന സമയത്ത് എന്നാൽ ഞാനൊരു സത്യം പറയാം. ശ്രുതിയുടെ ഈ ഒരു കഥ എനിക്ക് നേരത്തെ അറിയാൻ പറ്റില്ല. ശ്രുതി നേരത്തെ എന്നോട് ഈ സത്യാവസ്ഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഷോക്കാവുന്നുണ്ട്. ഏറ്റവും അധികം ഷോക്കാവുക നമ്മുടെ ശ്രുതിക്കാണ് കേട്ടോ. കാരണം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് വേണ്ടിയിട്ടാണ് ശ്രുതി ഇങ്ങനെ ഒരു കള്ളം പറയുന്നതെന്നും തൻ്റെ ജീവൻ്റെ തുല്യം തന്നെ ശ്രുതി സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശ്രുതിക്ക് ആ ഒരു നിമിഷം മനസ്സിലാവുകയാണ്. അതിനുശേഷം ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, സത്യങ്ങളെല്ലാം തന്നെ എനിക്ക് അറിയാമായിരുന്നു, പക്ഷേ അന്ന് അച്ഛനും അമ്മയൊക്കെ ചോദിച്ച സമയത്ത് ഒരു ടെൻഷൻ കൊണ്ട് എന്തെങ്കിലും ആയിപ്പോയാലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് ചന്ദ്ര വേഗം വന്ന് സുധീനൊക്കെ ഒരു തല്ല് കൊടുത്തതിന് ശേഷം നീയും കൂടി എന്നെ കളിപ്പിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുന്ന രവിയും സച്ചിയും അച്ഛമ്മയും എല്ലാവരും കൂടിയാണ് ചന്ദ്രയെ മാറ്റുന്നത്. അതിന് ശേഷം ശ്രുതി പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ശ്രുതി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ ഞങ്ങളോട് പറയേണ്ടതായിരുന്നു, എല്ലാം മറച്ചു വെച്ചത് ഞങ്ങളോട് എല്ലാവരും ക്ഷമിക്കണം എന്നൊക്കെ പറയേണ്ട. അങ്ങനെ ആ ഒരു സമയത്ത് ശ്രുതിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രുതി തനിക്ക് എല്ലാ സത്യങ്ങളും അറിയാമായിരുന്നു എന്നൊരു കള്ളക്കഥ അവിടെ പറയുന്നത്. അത് നല്ല രീതിയിൽ തന്നെ ചന്ദ്രൻ ഞെട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.